ആരടി വന്നത്? നമ്മുടെ പൊന്നുപാവയാണോ ഓർമ്മിച്ചോ? നമ്മുടെ പൊന്നുപാവയാണോ? നമ്മുടെ പൊന്നുപാവയാണോ ഇത്? നമ്മുടെ തജ്ജരുവാണോ? നമ്മുടെ കുഞ്ഞാറ്റയാണോ ഇത്? അയ്യോ എന്തിനാ നീ? കുപ്പിപ്പാല് കൊടുക്ക. അയ്യോടാ അമ്മയുടെ കുഞ്ഞാണ്ടിയാണോ? അയ്യോ വിറകുന്നത്. നേരെ വെക്ക, നേരെ പിടി. അയ്യോ അമ്മയുടെ പൊന്നാണോ? അമ്മയുടെ കുഞ്ഞാണോ? ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ്സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലായിടവും മഴയും വെള്ളമൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. എല്ലായിടവും കണ്ടില്ല വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് വളരെയധികം നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും കഴിവതും കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയൊക്കെ ഒന്നും പുറത്തോട്ട് വിടാതെ സേഫായിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പട്ടിക്കുഞ്ഞിനെയൊക്കെ രക്ഷിച്ച വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതും കൂടെ ഒന്ന് കാണുക. ഞങ്ങൾ ഒരു പട്ടിക്കുട്ടിയൊക്കെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ വെച്ചത് തന്നെയായിരുന്നു. പിന്നെയും നമ്മുടെ പറമ്പിലോട്ട് ഒരെണ്ണം കയറി വന്നപ്പോൾ നമുക്ക് അതിൻ്റെ മുഖം കണ്ടപ്പോൾ വിട്ട് കളയാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അതിനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിനെ കാണണമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്കതിനെ കാണിക്കാം. അപ്പം ദാണ്ട് വന്നിരിക്കുന്നുണ്ടോ? വാ, നിന്നെ കാണാനേ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ദണ്ട കണ്ട, ഇതിൻ്റെ മുഖം കണ്ടാൽ ആരാണ് വേണ്ടെന്ന് പറയാം. ഇതിൻ്റെ മുഖം നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെയും എടുത്തു. ബാക്കിയുള്ളവരൊക്കെ ആരൊക്കെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ ഒന്നിനെയും കാണുന്നില്ല. നല്ലൊരു സുന്ദരനാണ് കാണാനൊക്കെ, കണ്ടല്ലേ? അപ്പം ഞങ്ങളിതിന് നല്ലൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മളിതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നല്ലതുപോലെ കുളിപ്പിച്ചു. ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളമൊക്കെ ആക്കി, മഴയും തണുപ്പൊക്കെ ഇല്ലേ, അപ്പം ചെറു ചൂടുവെള്ളത്തിൽ ഡെറ്റോളുമൊക്കെ ഒഴിച്ച് അതിനെ കുളിപ്പിച്ചൊക്കെ എടുത്ത്, പിന്നെ ഒരു സ്പ്രേ ഒക്കെ ചെയ്ത്, അത് ഉറുമ്പൊന്നും അല്ല, എന്താണ് അതിനെ ഈച്ചയൊന്നും കൊത്താതിരിക്കാനായിട്ടൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അതിനെ നല്ല വൃത്തിയൊക്കെ ആക്കി, അതിനൊരു കമ്പിളി തുണിയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഒരു ബൈൻഡ് വെട്ടിക്കകത്തൊക്കെ ആക്കി അതിനെ കിടത്തി ഇങ്ങനെ താലോലിച്ച് കൊണ്ടുവരുവാണ്. അപ്പം നമ്മുടെ ബ്രൂണോയ്ക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല. എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയിക്കോണം എന്നുള്ള രീതിയിലൊക്കെയാണ് ബ്രൂണോ നിൽക്കുന്നത്. അത് നല്ല രസമാണ് അവൻ്റെ ഓരോരോ ഭാഷയും പടുതിയൊക്കെ കാണാനായിട്ട്. ബ്രൂണോ ബ്രൗണി നോക്കണേ, ബ്രൗണി അയ്യത്തൊക്കെ കൊണ്ടുപോകണം, കറക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പിടിച്ചാൽ പൂച്ചി വെക്കാനൊക്കെ കൊണ്ടുപോകണേ. എൻ്റെ അമ്മ എന്നെ ശരിയാക്കും. ഇപ്പോൾ കൊണ്ടുപോകുക. എൻ്റെ കൊച്ചു അത് എന്താ നിൽക്കുന്നു, നോക്കുന്ന ഒന്ന് നോക്കടാ. ഒന്ന് കൊച്ചു തോന്നി നിൽക്കുന്നുണ്ടാ, ഒന്ന് നോക്കടാ. അതുകൊണ്ടിടാ കൊച്ച്. ഇങ്ങോട്ടൊന്നും ബ്രൗണി 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 നോക്കുന്നു. അപ്പോൾ ഇനി ഇതിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. നമ്മൾ അഥവാ വളർത്തുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇതിനെ വളർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഒന്ന് കൊണ്ടുപോകണം. ഈ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വളർത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിനകത്ത് പാലൊക്കെ കൊടുത്താൽ അതങ്ങ് കുടിച്ചോളും. പിന്നെ പാലിനകത്ത് നമ്മൾ സ്വല്പം ചോറുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്, അതങ്ങ് കഴിച്ചോളും. അപ്പോൾ ആദ്യം ബ്രൂണോയ്ക്ക് കൊടുത്തിട്ട് വേണം അവന് കൊടുക്കാൻ, അല്ലെങ്കിൽ അവന് ദേഷ്യമായിട്ട്. അല്ല, പിള്ളേരുടെ കൂട്ടാണ്, അവനിങ്ങനെ നോക്കി നിൽക്കുക അതിന് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന്. ബ്രൗണി, നമ്മുടെ ബ്രൗണി എന്തിയേ? നമ്മുടെ ബ്രൗണി എന്തിയേ? ബ്രൂണോയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ബ്രൂണോ ഷേക്കാൻ്റെ അന്റെ പൊടിക്കൊച്ചു വരെ തന്നു ഷേക്കാൻ്റെ പെണങ്ങാതെ ഇനി വന്നേ. ഷേക്കാൻ്റെ തന്നെ നല്ല കുഞ്ഞല്ലേ. കൊച്ചിൻ്റെ എനിക്ക് കൊച്ചു തരും. നോക്കിക്കേ, ഇതൊക്കെ കാണിക്കുന്നു നോക്കിയാൽ മടി കയറി കുഞ്ഞാവ അങ്ങ് ഇരുപ്പായി അങ്ങ്. നല്ല രസമല്ലേ കാണാൻ, പാവം. ഇതിപ്പോൾ കനാലുവഴിയിൽ ഈ മഴയത്തൊക്കെ കിടന്നിരുന്നെങ്കിൽ പാവം ചത്തുപോയിനായിരുന്നു. അതിന് ഓരോന്നിനും ഓരോ യോഗം ഉണ്ടല്ലേ, തലയിൽ ഓരോന്ന് വരച്ചിട്ടുണ്ട്. അപ്പം ഏതൊക്കെ വളരണമെന്നും ഏതൊക്കെ മരിച്ചു പോകണമെന്നും ഒക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ് നമ്മുടെ ബ്രൂണോയെ.
ബ്രൂണോയും 8 മക്കളിൽ ഒരുത്തനാണ്. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നത്. അവൻ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ കഴിയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ബ്രൂണോയെ ഭയങ്കര ഇഷ്ടമാണ്. അത് നാടനാണോ ഇനത്തിൽപ്പെട്ടാണെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അവൻ നാടനാണ് എന്നാണ് തോന്നുന്നത്, പക്ഷേ എന്തോ ഒരു ഇനവും കൂടെ ഉള്ള ടൈപ്പാണെന്ന് തോന്നുന്നു ബ്രൂണോയെ കണ്ടാൽ. നല്ല രസമാണ് അവനെ കാണാൻ. അപ്പം നമ്മുടെ കൊടുക്കുന്ന ആഹാരവും നമ്മൾ പെഡിഗ്രിയൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ മുട്ട കൊടുക്കാറുണ്ട്. കോഴിയൊക്കെ ഉണ്ടായിട്ട് മുട്ടയൊക്കെ അവന് കൊടുക്കാറുണ്ട്. അതുപോലെ പാലും ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് അവൻ വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനെയും നമുക്ക് അതുപോലെ ഒന്ന് വളർത്തിയെടുക്കാം. ബ്രൂണോയും ഇവനും കൂടെ എത്രമാത്രം പൊരുത്തപ്പെട്ട് പോകുമെന്നുള്ളതാണ് ഇനി പേടി. ബ്രൗണിയാണോ? ബ്രൗണി നമ്മുടെ ബ്രൗണിയാണോ ഇത്? ബ്രൂണോക്ക് എന്താ പറ്റിയടാ? ബ്രൗണി ബ്രൂണോ അച്ഛനടുത്തോട്ട് പോയിക്കേ. ബ്രൂണോ ഒരു നെവർ മൈൻഡ് നിനക്ക് എന്തുവാ? സ്നേഹിക്കുന്നില്ലയോ? ബ്രൂണോയെ സ്നേഹിക്കുന്നില്ല ആരും? എന്തുവമ്മ ഇത് നോക്കമ്മ, ഒരു കൊച്ചിനെ എങ്ങാണ്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നില്ലെന്നാരും. പിണക്കം കണ്ടോ? അപ്പൊ പെരക്കകത്ത് പോലും കേറത്തില്ല അവൻ. അയ്യടാ, ബ്രൂണോയെ ആദ്യം ഞങ്ങൾക്ക് വേണ്ടുന്നത്, പിന്നെ ഉള്ള കൊച്ചിനെ കേട്ടാ. ബ്രൂണോയാ ഞങ്ങളുടെ ആദ്യത്തെ കൊച്ച് കേട്ടാ. സങ്കടം വന്നിരിക്കുന്നു. നോക്കിയേ, വിഷമിക്കല്ലേ? ഊണോ കഴിഞ്ഞിട്ടല്ലേ ഉള്ളു വരാരും അല്ലേ? ബ്രൗണി ബ്രൗണിക്ക് ചേക്കാണ്ടറിയോ? ചേക്കാണ്ടാ ചേക്കാണ്ടെന്തിയേ? ചേക്കാണ്ടെന്തിയേ? മക്കളെ നോക്കിക്കോണേ, ബ്രൗണിയെ നോക്കിക്കോണേ. ബ്രൂണോ ഇനി ബ്രൂണോ വേണം, ബ്രൗണിയെ നോക്കാം. പാല് കൊടുക്കണം. എന്താ ബ്രൂണോ? ബ്രൗണി നമ്മുടെ ബ്രൗണിയെ നോക്കിക്കോണേ. നമ്മുടെ ബ്രൗണിയെ നോക്കി നിന്നെ ആരും ഒന്നും ചെയ്തില്ലല്ലോ. നിനക്കെന്തുവാ? മണിക്കുട്ടി ഇത് മണിക്കുട്ടി. മണിക്കുട്ടിക്ക് നെവർ മൈൻഡ്. മണിക്കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് ആരും കാണണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ പുനരിച്ചാന്നോ പൂനോ? നമ്മുടെ പൂനോ അല്ലേ മുമ്പേ വന്നത്? പിന്നെന്താ പൂനോ പൂനോ പൂനയ്ക്ക് പുനരിക്കണ്ടായോ? പോ മാറ്റുന്ന നോക്കിക്കേ. കഴിക്കുന്നില്ല എനിക്കിതിനെ കാണുമ്പോ. നമ്മുടെ കുഞ്ഞല്ലേ, ബ്രൂണോയ്ക്കൊരു കൂട്ടായില്ലേ? എന്തുവാ ബ്രൂണോ? ഒന്ന് നോക്കണേ അതിന്റെ കൂടെ പോയി കളിക്കടാ ബ്രൂണോ. ചെല്ലടാ.
എല്ലാവരും കൂടെ കണ്ടില്ലേ ബ്രൂണോയ്ക്ക് നമ്മുടെ ബ്രൗണി പുറകെ കൂടെ നമ്മുടെ മണിക്കൂട്ടൻ മണിക്കുട്ടി എന്ന് വേണ്ട എല്ലാവരും ഒരു ബഹളം തന്നെ. എന്ത് ബ്രൂണോ? നമ്മുടെ പിള്ളേരല്ലേ എല്ലാം എല്ലാരും നോക്കുമ്പോ ബ്രൂണോയ്ക്കാന്ന് ബ്രൗണി എന്തുകൊണ്ട് എടുക്കുന്നേ? അവന്റെ വായിരിക്കുന്നില്ല, അതിന്റെ പാത്രം വെച്ച് കവച്ച് എന്നെ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോകാമോ? എനിക്കെന്നും വരികയുണ്ട്. ഞങ്ങളുടെ പറ്റത്തില്ല. എത്ര പേരെ ഞാൻ നോക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ജീവിതത്തിൽ സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളാണിത്. പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കൃഷിയും മുന്നോട്ട് കൊണ്ടുപോവുക. മഴയാണെന്ന് കരുതി പുറകോട്ട് പോകാതിരിക്കുക. ഉള്ള സമയത്ത് അതുപോലെ കിട്ടുന്ന കാലാവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വിത്തുകളും ഗ്രോബാഗുകളും ഒക്കെ നിങ്ങളുടെ വീട്ടുപടിക്കൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.